വെൽക്കം ടു മലയാളീസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നല്ല വ്യത്യസ്തമായൊരു വിഭവമാണ്. എന്നും പുതുമയാർന്ന നല്ല വ്യത്യസ്തമായ വിഭവങ്ങളുമായിട്ടാണ് മലയാളീസ് കിച്ചൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നത്. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഈ വീഡിയോസുകളൊക്കെ എത്തട്ടെ. അപ്പോൾ ഇന്നത്തെ എന്താണ് നല്ലൊരു ഡിഷാണ്, നമുക്കൊന്ന് കാണാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളീസ് കിച്ചൻ. ഞാൻ ഉമാകൃഷ്ണൻ. ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടൊരു തക്കാളി ചട്നിയാണ് തയ്യാറാക്കുന്നത്. നമുക്ക് ചപ്പാത്തിക്കും അതുപോലെ ദോശയ്ക്കും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തക്കാളി ചട്നിയാണ്. അത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പിന്നീട് ഈ ഒരു ചട്നി യൂസ് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമായതുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നമുക്ക് ഈ തക്കാളി ചട്നി തയ്യാറാക്കാം. ഞാനിവിടെ ഒരു സവോള എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ 7-8 വെളുത്തുള്ളി. അത് ഞാൻ വലിയ സൈസ് ഒരു 6 വെളുത്തുള്ളിയോളമാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് മുറിച്ചിട്ടേക്കാണ്. അപ്പം ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 8 മുതൽ 8-9 വെളുത്തുള്ളി വരെ എടുക്കാം. ഈ 3 ഐറ്റമാണ് നമ്മൾ വെജിറ്റബിൾ ആയിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ ഏതും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളിയും അതുപോലെ സവോളയും ചേർത്ത് കൊടുക്കാം. കാര്യം ഇത് രണ്ടും കൂടി നമുക്കൊന്ന് ആദ്യം വഴറ്റിയെടുക്കണം. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം ഇത് രണ്ടുമാണ് ചേർക്കുന്നത്. നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഇതിലേക്ക് ഉപ്പിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ തക്കാളി ഒന്ന് നമുക്ക് ഇതുപോലെ തന്നെ ഓപ്പണാക്കി വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി അതൊന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ തക്കാളി ഏകദേശം ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ മല്ലിപ്പൊടി 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ ഗരം മസാല ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇപ്പം നന്നായിട്ടൊന്ന് പൊടികളെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിന് തീ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കാം. ഞാൻ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് തക്കാളിയുടെ പേസ്റ്റ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ പാൻ ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ റിഫൈൻഡ് ഓയിലോ ഏത് വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ജസ്റ്റ് കടുക്, നമുക്കിതിന് കടുക് താളിക്കാനായിട്ടുള്ള കടുകും കറിവേപ്പിലയും വറ്റൽമുളകും. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ടൊന്ന് പൊട്ടട്ടെ. ഇപ്പം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നത് മാത്രമല്ല നമുക്കിതൊന്ന് ഡ്രൈ ആവാനും കൂടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. നമ്മുടെ തക്കാളി ചട്നി ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ വളരെ ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തക്കാളി ചട്നിയാണ്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഈ ഒരു തക്കാളി ചട്നി ട്രൈ ചെയ്ത് നോക്കുക. വേറെ വ്യത്യസ്തമായിട്ടുള്ള, നമ്മൾ സാധാരണ തക്കാളി സവോളയും വഴറ്റി അരച്ച് ജസ്റ്റ് ആ ഒരു ടൈമിൽ കടുക് താളിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്ന തക്കാളി ചട്നി അല്ല ഇത്. നമ്മൾ വീണ്ടും അതൊന്ന് ജസ്റ്റ് ഒന്നുകൂടി വഴറ്റി എണ്ണ തെളിയിച്ചെടുത്തിട്ടുള്ള തക്കാളി ചട്നിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇടുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ വീണ്ടും ഉപ്പ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണം. ഞാൻ നോക്കിയായിരുന്നു, അപ്പോൾ ഇവിടെ ഉപ്പ് എനിക്ക് കറക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നീട് ഉപ്പ് ചേർത്തില്ല. നിങ്ങൾ ആ സമയത്ത് ഉള്ളി വഴറ്റുമ്പോൾ ശേഷമുള്ള ആ ഒരു ടൈമിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉപ്പ് കൂടി നോക്കുക. എന്നിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്തിട്ട് അരയ്ക്കുന്നതിന് മുമ്പ് ഉപ്പ് ചേർക്കുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. ബൈ.
അപ്പോൾ ഇന്ന് നമ്മുടെ വിഭവം കണ്ടുപോകണമല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഇഷ്ടമായി ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കാണാനായി ഈ ചാനൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല ഡിഷസുമായി നമുക്ക് വീണ്ടും വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.